രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. എന്തുകൊണ്ട് വാലിബൻ ഇത്രയേറെ തഴയപ്പെട്ടു, അല്ലെങ്കിൽ ഇതിന് എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് റിവ്യൂ വന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, വാലിബൻ ശരിക്കും അങ്ങനെ തഴയപ്പെടേണ്ട ഒരു സിനിമയായിരുന്നില്ല. മലയാളത്തിലെ ഒരു നല്ല പരീക്ഷണ ചിത്രമായിരുന്നു അത് സ്വീകരിക്കപ്പെടേണ്ട ഒരു ചിത്രമായിരുന്നു എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. മാത്രമല്ല, വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. ആ ഓഡിയൻസ് ഈ ഇനീഷ്യലി വന്നിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് റിവ്യൂ കാരണം അത്രയും ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തിയില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ മലയാളം അല്ലെങ്കിൽ തെലുങ്ക്, കന്നഡ സിനിമകൾ കാണുന്ന അത്തരം ഒരു ഓഡിയൻസും അതേപോലെ തന്നെ വേൾഡ് ക്ലാസ് ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസും നമ്മുടെ മലയാളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലുണ്ട്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓഡിയൻസ്, പല സിനിമകൾ കാണുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസിന് അവർക്ക് ഈ സിനിമയെ അവർ മുന്നേ കണ്ടിട്ടുള്ള പല സിനിമയുമായിട്ട് കണക്ട് ചെയ്യാനും അത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനീഷ്യലി വന്നിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് റിവ്യൂ അത്തരം ഓഡിയൻസിനെ തിയേറ്ററിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ വളരെ സ്ലോ ഫേസിൽ പോകുന്ന, അല്ലെങ്കിൽ അതിനകത്ത് ആ സിനിമ പകുതി തീരാ നേരത്തേക്കാണ് ഒരു ഡയലോഗൊക്കെ വരുന്നത്. അത്രയും നേരം ഡയലോഗൊന്നും ഇല്ലാണ്ട് സൈലൻസ് മാത്രമുള്ള ഒരു സിനിമയാണ്. പക്ഷേ അത് നല്ല മനോഹരമായിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഇഷ്ടമാവുന്ന ഒരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ ഈ നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ ആ ഡീഗ്രേഡിങ് വന്നത് കാരണം അത്രയും ഓഡിയൻസ് ആ തിയേറ്ററിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ അർഹിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസേഷൻ ആ സിനിമയ്ക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ ആ സിനിമ OTTയിൽ റിലീസായി. OTTയിൽ റിലീസായതിനു ശേഷം ആ സിനിമയോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റം വരുന്നുണ്ട്. കാരണം OTTയിൽ വന്നപ്പോൾ ഈ തിയേറ്ററിൽ പോവാത്ത എന്നാൽ ഇത്തരം ജേണറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ വന്നപ്പോൾ എല്ലാവരും മോശം എന്ന് പറയുന്നത് കേട്ട് സിനിമയ്ക്ക് പോയില്ല. ഇപ്പോൾ OTTയിലാണ് കണ്ടത്. സിനിമ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, വൈഫിനും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടത്. ഇതേ കേസ് എൻ്റെ കാര്യത്തിലുണ്ട്. കാരണം നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് ഈ സിനിമയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിച്ചതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും. പക്ഷേ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോയി അത് കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ ഒപ്പീനിയൻ ഇത് തന്നെയായിരുന്നു. എന്താണ് ഈ സിനിമയ്ക്ക് ഇത്ര അധികം നെഗറ്റീവ് റിവ്യൂ, ഇത് നല്ലൊരു സിനിമയല്ലേ എന്നുള്ള തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത്, എങ്ങനെ ഈ സിനിമയ്ക്ക് ഇത്രയും ഡീഗ്രേഡിങ് ഉണ്ടായി എന്നറിയില്ല. പറയാനുള്ളത് അശ്വന്ത് കോക്കിനെ കുറിച്ചാണ്. അശ്വന്ത് കോക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അശ്വന്ത് കോക്കിനെ മാത്രമല്ല പറയുന്നത്, പല റിവ്യൂവേഴ്സും ഇതിനെ നെഗറ്റീവ് റിവ്യൂ ആണ് ഇട്ടത്. പക്ഷേ ഇയാൾ അശ്വന്ത് കോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അശ്വന്ത് കോക്കിനെ കുറിച്ചാണ്, ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടാൽ ഇത്തിരി ബോധമുള്ളവർക്ക് അടി കൊടുക്കാൻ തോന്നും. 10 ലക്ഷത്തിന് മുകളിലാണ് അതിൻ്റെ വ്യൂസ്. എത്ര വരുമാനമായിരിക്കും അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? സാധാരണ 10 മിനിറ്റിൽ കൂടാതെ റിവ്യൂ ഇടുന്ന അശ്വന്ത് കോക്ക് 20 മിനിറ്റ്, അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡീഗ്രേഡിങ് കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരിക്കുകയും എന്നാൽ OTTയിൽ ഈ സിനിമ കാണുകയും ചെയ്ത ഒരാളുടെ വികാരം എന്തുകൊണ്ട് ഇതിനിങ്ങനെ ഡീഗ്രേഡ് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതേ സെയിം അനുഭവം എനിക്ക് ഇന്നുണ്ടായി. എൻ്റെ ഒരു കൊളീഗ് ഈ സിനിമ കണ്ടിട്ട്, അതായത് ഞങ്ങളൊരു സംസാരത്തിന് ഇടയ്ക്ക് കയറി വന്നൊരു വിഷയമായിരുന്നത്, ഈ ഒരു സിനിമ ഇന്നലെ OTTയിൽ റിലീസായപ്പോൾ ആ സിനിമ കണ്ടു. എന്നിട്ട് വന്ന് പറയുന്നത്, ഇതെന്താ ആ സിനിമ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രം എന്തായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല നല്ല പടമാണല്ലോ. അതായത് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. OTTയിൽ റിലീസായിട്ടുണ്ട്, ഞാൻ കണ്ടു, നല്ല സിനിമ, എന്തിനാണ് ഇതിങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായതേ ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. എന്തുകൊണ്ട് ഈ പടം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു? അത് തന്നെയാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞത്. ഈ പടം അർഹിച്ചതിലും അധികം ഡീഗ്രേഡിങ് ഈ പടത്തിന് പോയി എന്നുള്ളതാണ്. ഈ സിനിമ ഇത്രയേറെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടിണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അഫ്കോഴ്സ്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ സിനിമേനെ നമ്മൾ നെഗറ്റീവാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ റിവ്യൂ കൊടുക്കരുത് എന്നുള്ളതല്ല. ആ പടത്തിന് അർഹിച്ച രീതിയിൽ വേണം നമ്മൾ പറയാൻ. ആ പടം എന്തർഹിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അശ്വന്ത് കോക്കിൻ്റെ
ലൈവ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയത്ത് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അശ്വന്ത് കോക്ക് അതിന് വളരെ നെഗറ്റീവ് റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പടം പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയി. എനിക്ക് ആ അഭിപ്രായത്തോട് 100% യോജിപ്പാണ് എനിക്ക് ആ പടം കണ്ടപ്പോൾ തോന്നിയത്. ആ പടം ഒട്ടും സാറ്റിസ്ഫൈ അല്ലാണ്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോരുന്നത്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ? എന്താ എൻ്റെ ഒരു പ്രശ്നം, ആ പടത്തിന് അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അത്രയും ലെവലിൽ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ട് അതിനൊരു സാറ്റിസ്ഫൈ ആവാണ്ട് നമ്മൾ ഇറങ്ങി പോകുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതേപോലെ സിനിമയ്ക്ക് അർഹിച്ച രീതിയിലുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുന്നില്ല, ക്രിട്ടിസൈസേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ വാലിബൻ്റെ കേസ് അതായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്ട്രോങ് അഭിപ്രായം എന്ന് പറയുന്നത്. ആ സിനിമ അർഹിക്കുന്നതിലപ്പുറത്തേക്ക് അത് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല, അത് കുറച്ചും കൂടെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അത് ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ മലയാളത്തിലെ ഒരു മികച്ച ഒരു പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല റിവ്യൂവേഴ്സും എന്താ പറയുക, LJP ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ LJPൻ്റെ മേക്കിംഗ് ചില സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും ദഹിച്ചോളണമെന്നില്ല. അത് എനിക്കും ചില സിനിമകളൊന്നും ഇഷ്ടാവാത്ത സിനിമകൾ LJPൻ്റെ ഉണ്ട്. പക്ഷേ വാലിബൻ അങ്ങനെ ആയിരുന്നില്ല. കുറച്ചും കൂടെ വേൾഡ് സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൊറിയൻ സിനിമയും അതേപോലെ തന്നെ ഇറാനിയൻ സിനിമയും അതേപോലെ തന്നെ നമ്മുടെ ടർക്കിഷ് സിനിമകൾ, അങ്ങനെ വേൾഡിലുള്ള എല്ലാ സിനിമകളും കാണുന്ന ഒരു വലിയ ഹ്യൂജ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയനൊക്കെ എല്ലാ ദിവസവും ഒരു പടം ഇറങ്ങുന്ന ആദ്യ ദിവസം തന്നെ ബുക്ക് ചെയ്ത് നേരെ തിയേറ്ററിൽ പോയിക്കൊള്ളുന്നില്ല. അത്തരം ഓഡിയൻസൊക്കെ എപ്പോഴും ആ തിയേറ്ററിലുള്ള ഒരു റഷ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും മിക്കവാറും തിയേറ്ററിലേക്ക് പോകുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്ന സമയത്ത്, ഇറങ്ങിയ ഉടനെ തന്നെ ഇത്രയും ഒരു ഡീഗ്രേഡിങ് സംഭവിക്കുന്ന സമയത്ത് ആ ഓഡിയനെ ഡെഫിനറ്റ്ലി തിയേറ്ററിലേക്ക് പോവാതെ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് അകറ്റും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, OTTയിൽ വന്നപ്പോൾ ഈ ഒരു പടം കുറച്ചും കൂടെ എന്താ പറയുക, സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് തിയേറ്ററിലും സ്വീകരിക്കപ്പെടേണ്ടതായിരുന്നു. അതിനൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്.